ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. ഇപ്പം ഈ സമൂഹത്തിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംഭവമുണ്ട്, ബസ്സിൻ്റെ അകത്ത് പീഡനം. ബസ്സിൻ്റെ അകത്ത് കുറേ നീച സ്ത്രീകൾ ഫോണും പൊക്കി പിടിച്ച് പുരുഷന്മാർ അവിടെ തൊട്ടു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞ് കുറേ വൈറലാകാൻ വേണ്ടി വീഡിയോ എടുത്ത് അങ്ങ് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും മൊത്തം അപ്ലോഡ് ചെയ്തുകൊണ്ട് നടക്കും. ഈ പിടിച്ചു എന്ന് പറയുന്ന സംഭവം നടന്ന സമയത്തൊന്നും ഇവർ പ്രതികരിക്കില്ല. അപ്പോഴിവരെ വായിലൊക്കെ പഴമൊക്കെ എടുത്ത് വെച്ച് തിരിങ്ങി മിണ്ടാതിരിക്കും. പിന്നീട് വീട്ടിൽ വന്നവർ ആലോചിച്ചത് എങ്ങനെയൊക്കെ പുരുഷന്മാരെ കൊടുക്കാമെന്ന് ആലോചിച്ച് പിന്നീട് വീഡിയോ അപ്ലോഡ് ചെയ്യലാണ് ഇവരെ പണി. ആദ്യം ഒരു അപ്സ വന്നു, ഇപ്പോൾ ഒരു ഷിംജിത വന്നു. അപ്സ ഇപ്പോഴും ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കുകയാണ്. അവർക്കെതിരെ ഒരു കേസും ഉണ്ടായിട്ടില്ല. അവരെ തൂക്കിയെടുത്ത് ജയിലിലിട്ടെങ്കിൽ പിന്നീട് വരുന്ന സ്ത്രീകൾക്ക് ഒരു പാഠമായേനെ. ഈ ഷിംജിത എന്ന് പറയുന്ന ഒരു നീച സ്ത്രീ കാരണം ഒരു പുരുഷന്റെ ജീവൻ പോയിരിക്കുകയാണ് ഗായ്സ്. ദീപക് ചേട്ടന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ നീചമായ സ്ത്രീ അകത്താവണം. ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ അകത്താവണം. ഇനി ആർക്കും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഷിംജിത എന്ന് പറയുന്ന നീചമായ സ്ത്രീ കേരളത്തിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ് ഗായ്സ്. അതുപോലെ തന്നെ ഈ ഷിംജിത എന്ന് പറയുന്ന പെണ്ണിൻ്റെ അക്കൗണ്ടുകളെല്ലാം സോഷ്യൽ മീഡിയകളെല്ലാം അൺഫോളോ ചെയ്ത് റിപ്പോർട്ട് അടിച്ച് അക്കൗണ്ട് പൂട്ടിക്കണം. അതുപോലെ തന്നെ ഷിംജിതയെ തപ്പി നാട്ടുകാരും പോലീസുകാരെല്ലാം പരക്കം പായുകയാണ്. കേരളത്തിൽ നിന്ന് ആ സ്ത്രീ മുങ്ങിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ദുബായിൽ പൊങ്ങിയെന്നാണ് കേരള പോലീസിൻ്റെ നിഗമനം. അതുകൊണ്ട് ദുബായിലുള്ള മലയാളികളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഈ പെണ്ണിനെ കണ്ടുകിട്ടുകയാണെങ്കിൽ പോലീസിന് വിവരം അറിയിക്കുക. ദുബായിൽ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും മലയാളികളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഈ പെണ്ണിനെ എവിടെ വച്ച് കണ്ടാലും പോലീസിന് വിവരം അറിയിക്കുക, ഇവളെ പൂട്ടുക. ഇവിടെ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമേ നിയമമുള്ളൂ. പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി നിയമം ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഉടനെ തന്നെ പുരുഷന്മാരെ സംരക്ഷിക്കാനുള്ള നിയമം വന്നേ പറ്റുള്ളൂ. ഇനി ആർക്കും ദീപക്കേട്ടൻ്റെ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഇവളെ പൂട്ടണം. പൂട്ടിയേ പറ്റുള്ളൂ.